പ്രിയ പ്രേക്ഷകരെ, പ്രത്യേകിച്ച് പറയേണ്ടതോ അറിയിക്കേണ്ടതോ ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ ഇത് കാണേണ്ടവർ കാണണമല്ലോ എന്ന് കരുതി നമ്മൾ ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി എടുക്കുകയാണ്. കനത്ത ചൂടിൽ വലയുന്നതിനിടെ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയും രൂക്ഷം. പീക്ക് മണിക്കൂറുകളിൽ ഉപഭോഗം ക്രമീകരിച്ച് സഹകരിക്കണമെന്നാണ് KCB ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈകിട്ട് 6 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള സമയങ്ങളിലാണ് നിയന്ത്രണം വേണമെന്ന് KCB ആവശ്യപ്പെടുന്നത്. മഴ പെയ്തില്ലെങ്കിൽ കൂടുതൽ വില നൽകി വൈദ്യുതി വാങ്ങാനുള്ള നീക്കത്തിലാണ് KCB. 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള അപേക്ഷയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനം നീട്ടിയതും KCBക്ക് തിരിച്ചടിയായി. സുനിഷ എല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, ഇന്നലെയൊക്കെ ഒന്ന് കറണ്ട് വരാൻ കാത്തിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് വരും, 10 മിനിറ്റ് പോകും, പിന്നെ ഒരു 15 മിനിറ്റ് വരും, 15 മിനിറ്റ് പോകും. രാത്രി പുഴുങ്ങിയെടുക്കുകയാണ് മനുഷ്യനെ എന്നുള്ളതാണ് സത്യം പറഞ്ഞാലുള്ള അവസ്ഥ. അതാണ് അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് ജനങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതായത് ഒന്നാമതേ ചൂടാണ്, അതിന്റെ ഭാഗമായി ഫാൻ ഇടുന്നു, AC ഇടുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു രാത്രിയാകുമ്പോൾ അതാ ഒരു 10 മിനിറ്റ് കറണ്ട് പോകുന്നു. അതിനുശേഷം അത് പറഞ്ഞതുപോലെയാണ്, കറണ്ട് വരുന്നു, കുറച്ചു കഴിഞ്ഞ് വീണ്ടും കറണ്ട് പോകുന്നു. ഈ സ്ഥിതിയാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലുമുള്ളത്. അതിൽ നഗരമെന്നോ ഗ്രാമമെന്നോ ഒന്നും വ്യത്യാസമില്ല. എല്ലായിടത്തും ഇതേ രീതിയിൽ 10ഉം 15ഉം അരമണിക്കൂറും ഒക്കെ കറണ്ട് പോകുന്ന സ്ഥിതി നിലവിലുണ്ട്. പറയുമ്പോൾ അത് ലോഡ് ഷെഡിംഗ് അല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ലോഡ് റെസ്ട്രിക്ഷൻ എന്ന പേരിലാണ് ഇപ്പോൾ ഇത് മാറ്റുന്നത്. അതായത് ഇത്തരത്തിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗം ഉണ്ടാകുമ്പോൾ അവരെ ലോഡ് കൂടുന്നു. അങ്ങനെ ട്രാൻസ്ഫോമറുകളൊന്നും അടിച്ചു പോകാതിരിക്കാൻ ഈ 10 മിനിറ്റ് ഒരു ഇടവേള നൽകുന്നതാണ് ഈ കാര്യം എന്നുള്ളതാണ് KCB പറയുന്നത്. പക്ഷേ ഇത് വലിയ പ്രതിസന്ധി ജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ചൂട് കൂടുമ്പോൾ, വൈദ്യുതി ഉപയോഗം കൂടുമ്പോൾ അവിടെ ഒരു നിയന്ത്രണം ഇപ്പോൾ സംസ്ഥാനത്ത് വന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അത് KCB തന്നെ ഇന്ന് നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. ആളുകളോട് സ്വയം ഒരു നിയന്ത്രണം വരുത്തേണ്ടതുണ്ട് ഈ വൈദ്യുതി ഉപയോഗത്തിൽ എന്നുള്ളതാണ് ഈ KCB അറിയിച്ചിരിക്കുന്നത്, നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. അതായത് 6 മണി മുതൽ 11 മണി വരെയുള്ള സമയം അത് കൂടുതൽ ശ്രദ്ധിക്കണം. ആ പ്രതീക്ഷിച്ചതിലേറെ വൈദ്യുതി ഉപയോഗിക്കുന്ന സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് ഹീറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ, AC എല്ലാം ഈ 6 മണി മുതൽ 11 മണി വരെ ഉപയോഗിക്കുന്നത് കുറയ്ക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകുന്നു. ഒപ്പം ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സമയം ഈ 6 മണി മുതൽ 11 മണി വരെയുള്ള പീക്ക് ടൈം കഴിഞ്ഞ് മറ്റൊരു സമയം ക്രമീകരിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി KCB തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ്. നിലവിൽ പലയിടങ്ങളിലും കറണ്ട് പോകുന്ന വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ നിൽക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ പലയിടങ്ങളിലും വോൾട്ടേജ് വളരെ കുറഞ്ഞാണ് വൈദ്യുതി ലഭിക്കുന്നത് എന്നൊരു വിഷയം കൂടിയുണ്ട്. പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ലോഡ് കൂടുമ്പോൾ വോൾട്ടേജ് കുറയുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ആഭ്യന്തര ഉൽപാദനം കൂട്ടി വൈദ്യുതി വാങ്ങിയെല്ലാം എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് എല്ലാവർക്കും ആശങ്കയുള്ളത്. 2 ദിവസം കൂടി മാത്രമേ ഇങ്ങനെ ഒരു ഡ്രിപ്പ് ആവുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്ന മന്ത്രി പറഞ്ഞത് വിശ്വസിച്ചിരിക്കുകയാണ് നമ്മൾ തൽക്കാലമെങ്കിലും. അതാണ് അത് KCB പറയുന്നത് അത് തന്നെയാണ്. അതായത് 2 ദിവസമാണ് ചൂട്, ഇനി 29-ന് ശേഷം വേനൽ മഴ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ മഴ ലഭിക്കുകയാണെങ്കിൽ ഈ വൈദ്യുതി ആവശ്യകത കുറയും, വൈദ്യുതി ഉപയോഗം കുറയും. അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് KCB അനുമാനിക്കുന്നത്. അതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ 2 ദിവസം കൂടി ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളത് KCB തന്നെ മന്ത്രി അടക്കം പറയുന്നൊരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്നത്. പക്ഷേ ഈ ചൂട് ഇതേ രീതിയിൽ കൂടുകയാണെങ്കിൽ ഏത് തരത്തിലാണ് പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. ഇപ്പോ നമ്മൾ 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്ന കരാർ ഒപ്പിടാനുള്ള കാര്യം, അത് റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം ഇനിയും ആയിട്ടില്ല. കൃത്യമായ ചില രേഖകൾ KCB നൽകേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് അതിൽ തീരുമാനമാകുക. അതേസമയം തന്നെ മറ്റൊരു കരാർ 29-ാം തീയതി അതിന്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. അങ്ങനെ 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്ന കാലാവധി കൂടി അവിടെ തീരുമെന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും പ്രതിസന്ധിയാകും. ഡാമുകളിലെ വെള്ളം കുറയുന്നു. അങ്ങനെ ആഭ്യന്തര ഉൽപാദനം എങ്ങനെ കൂട്ടുമെന്നത് ഒരു ചോദ്യമായി ഉയരുന്നു. ആഭ്യന്തര ഉൽപാദനം കൂട്ടി പരിഹാരം കാണുമെന്നായിരുന്നു മന്ത്രി ആദ്യം പറഞ്ഞത്. പക്ഷേ ഈ ജലവൈദ്യുത നിലയങ്ങളിലൊന്നും തൽക്കാലം ഇടുക്കിയിലൊക്കെ 33% വെള്ളമേ ഉള്ളൂ എന്നുള്ളതാണ് സാഹചര്യം.